ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള അളന്നു കുറിക്കാം എന്ന പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ്, EVS, മലയാളം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് നേരെ ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. കൂട്ടുകാർ റെഡിയാണോ? അളന്നു കുറിക്കാം, അളന്നിട്ട് നോക്കാം അല്ലേ. ഗോലി ഉരുട്ടാം. അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ്. എന്താണ് ഗോലി? നമുക്കറിയാം അല്ലേ, ഒരു ബോൾ പോലുള്ള സാധനമാണ് ഗോലി എന്ന് പറയുന്നത്. അപ്പോൾ ഗോലി ഉരുട്ടി കളിക്കുകയാണ്. ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരും കാൽപാദം കൊണ്ട് അളന്നു. രണ്ടുപേർക്കും ഒരേ അളവല്ല കിട്ടിയത്. അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയായിരിക്കും? കാലുകൊണ്ട് അളന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കാല് ഒരേ വലുപ്പമാണോ? അല്ല, ഓരോരുത്തർക്കും ഓരോ വലുപ്പമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കാലുകൊണ്ടൊന്ന് അളന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ അളവ് കിട്ടില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു അളന്നിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അളവ് ഉണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അവർ പരിഹരിച്ചിട്ടുണ്ടാവുക? സ്കെയിൽ വെച്ച് അളന്നു നോക്കിയിട്ടുണ്ടാവും. സ്കെയിലിലെ അളവ്. നിങ്ങളും സ്കെയിൽ എടുക്കൂ. എന്തൊക്കെ വിവരങ്ങളാണ് സ്കെയിലിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ സ്കെയിലുള്ളത്? ചെറിയ വരകളുണ്ട് അല്ലേ, ചെറിയ വരകളുണ്ട്. അതുപോലെ തന്നെ വലിയ വരകളും ഉണ്ട്. അപ്പോൾ അവിടെ വലിയ വരകളുണ്ട് എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ ചെറിയ വരകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ചെറിയ വരകളുടെ എണ്ണം 10 ആണ്. ഇവിടെ എണ്ണി നോക്കൂ കൂട്ടുകാർ, 1, 2 പറഞ്ഞ് എണ്ണി നോക്കിയാൽ ഈ സംഖ്യയുടെയും ഈ സംഖ്യയും ഇടയിൽ 10 വരകളുണ്ടായിരിക്കും. ചെറിയ വരകൾ 10 എണ്ണമാണ്. ഇനി അടുത്ത എന്താണ്? ചെറിയ 4 വരകൾ കഴിഞ്ഞാൽ 5ാമത്തെ വര വലുതാണ് അല്ലേ. അപ്പോൾ ചെറിയ 4 വരകൾ കഴിഞ്ഞാൽ ഒരു വലിയ വര ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വലിയ വര ഉണ്ടായിരിക്കും. ഇനി അടുത്തതോ? 0 മുതലുള്ള സംഖ്യകൾ ഉണ്ട് അല്ലേ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സംഖ്യകൾ ഉണ്ട്. 0 മുതലാണ് സ്കെയില് തുടങ്ങുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തോ? ഇതെന്താണ്? ഇത് സെൻറ്റിമീറ്റർ ആണ്, ഇത് ഇഞ്ച് ആണല്ലേ. അപ്പം മറുവശത്ത് ഇഞ്ച് അളവുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്കെയിലിലെ വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും വിവരങ്ങളാണ് സ്കെയിൽ ഉണ്ടായിരിക്കുക. ഇനി താഴേക്ക് നോക്കൂ. അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള അകലം 1 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. അഥവാ അത് സ്കെയിൽ ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വര, ഇത് എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് 5 മുതൽ 6 വരെയുള്ള ഈ ഒരു അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഇനി നീളം അളക്കാം എന്നുള്ളതാണ്. ഇവിടെ പേനയുടെ നീളവും പെൻസിലിൻ്റെ നീളവുമാണ് നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേനയുടെ നീളം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കുന്നത് അല്ലേ. ഇവിടെ 12ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ പേനയുടെ നീളം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. പെൻസിലാണെങ്കിലോ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി റബ്ബർ കട്ടയുടെ നീളം നോക്കൂ. റബ്ബർ കട്ടയുടെ നീളം 2 മുതൽ 5 വരെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ, ഇതെത്തുമ്പോൾ 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ റബ്ബർ കട്ട 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സ്കെയിലിൽ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വശത്തെ വലിയ അളവ് നോക്കൂ. ഈ അളവാണ് ഇഞ്ച് എന്ന് പറയുന്നത്. അഥവാ ഇപ്പോൾ നോക്കൂ, 2 മുതൽ 3 വരെയുള്ളത്, ഇതിനെയാണ് നമ്മൾ ഇഞ്ച് എന്ന് പറയുന്നത്. ഇത് 1 ഇഞ്ചാണ്. സെൻറ്റിമീറ്ററിനെ
ചുരുക്കി സെമി എന്ന് എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, സെമി എന്ന് എഴുതി കൊടുത്താൽ മതി. അതിനെ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് കടക്കാം. അലനും കൂട്ടുകാരും ഗോളി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ. ഏതു വരക്കാണ് നീളം കൂടുതൽ? നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തു. ഓരോ വരയും അളന്ന് നീളം വരയിൽ എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഓരോ നീളവും ഓരോന്നിൻ്റെയും നീളം അളന്നിട്ട് നിങ്ങൾ എഴുതുക. പക്ഷേ ഇതിൽ ഏറ്റവും നീളം കൂടിയത് ഇതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കാണുമ്പോൾ തന്നെ പറ്റുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കൂട്ടുകാർ അളന്ന് എഴുതുന്നത് നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. ഓക്കെ, ഏതൊക്കെ പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ. ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും? പെൻസിലിന് ടിക്ക് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ താഴെ ഈ ഒരു ബോക്സാണുള്ളത്. ഇതിൽ കൊള്ളുന്ന പെൻസിലുകളെ പറ്റുള്ളൂ. അപ്പോൾ പെൻസിലും ഇതുപോലെ ഈർക്കിൽ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പെൻസിൽ ഇത് എന്തായാലും കൊള്ളില്ല, ഇതും കൊള്ളില്ല. ബാക്കിയുള്ള പെൻസിലുകളൊക്കെ ഏകദേശം കൊള്ളുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് അളന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി രൂപങ്ങൾ നിർമ്മിക്കാം. നിങ്ങൾ എടുത്തത് ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണമുണ്ടോ? അവയുടെ നീളവും എണ്ണവും പട്ടികയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രൂപം ഉണ്ടാക്കുമ്പോൾ ഈർക്കിലി എടുക്കുക, എന്നിട്ട് ഓരോ ഈർക്കിലിയും എത്രയാണുള്ളത് അതുപോലെ തന്നെ അവയുടെ നീളവും അതുപോലെ എത്രയുണ്ടെന്ന് എഴുതി നോക്കുക. ഇനി 10, 11, 12, 13, 14, 15 സെൻറ്റിമീറ്റർ വീതമുള്ള ഈർക്കിളുകൾ മുറിച്ചെടുക്കുക. അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? ഒന്ന് 10 പിന്നെ ഉള്ളത് 11, 12, 13, 14, 15 ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കൂടി നമ്മളൊന്ന് കൂട്ടി നോക്കുക. 1, 2, 3, 3, 3, 6, 6, 4, 7, 7, 5 എത്രയായി? 2, 3, 3, 3, 3, 6, 6, 4, 10, 10, 5, 15. ഇനി 1, 2, 3, 4, 5, 6, 7, 75 ആണ് ഉള്ളത്. അപ്പോൾ എത്ര ആകെ സെൻറ്റിമീറ്റർ ഉണ്ടാവുക? 75 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 25 സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ എടുത്താലാണ് കൂട്ടുകാരെ നമുക്ക് 25 സെൻറ്റിമീറ്റർ കിട്ടുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. 10ഉം 15ഉം എടുത്തു കഴിഞ്ഞാൽ 25 കിട്ടും അല്ലേ? 10ഉം 15ഉം കൂടെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 11ഉം 14ഉം കൂടെ എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ 12ഉം 13ഉം കൂടെ എടുക്കാം. ഇങ്ങനെ എടുത്താലും നമുക്ക് 25 കിട്ടുന്നതാണ്. ഇനി താഴെ അളന്നു കുറിക്കാം എന്നുള്ള അടുത്ത പ്രവർത്തനമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ നീളമുള്ളവ ഏതെല്ലാം? നിങ്ങളുടെ വീട്ടിലെ ഓരോ വസ്തുക്കളും നോക്കുക, എന്നിട്ട് അവയുടെ നീളം എഴുതാനാണ് പറയുന്നത്. അഥവാ ടേബിള്, അലമാര, ഷെൽഫ്, പുസ്തകം, വാട്ടർ ബോട്ടിൽ ഇതൊക്കെ എടുത്തിട്ട് അതിലത്തെ നീളം എത്രയാണെന്ന് എഴുതി കൊടുക്കുക. ഏറ്റവും നീളമുള്ളവ ഏതാണെന്നും കൂടെ നിങ്ങളവിടെ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. അതൊക്കെ കൂട്ടുകാർ വീട്ടിൽ നിന്നും ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇനി ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമാണ്. നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അമ്മയുടെ സാരിയുടെ അളവ് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ? അത് ചെറിയ സ്കെയിൽ ആയതുകൊണ്ടല്ലേ അങ്ങനെ പറ്റാത്തത്. നമുക്ക് അലനെ സഹായിച്ചാലോ? നിങ്ങൾക്ക് പേപ്പർ കഷ്ണങ്ങൾ തന്നില്ലേ? നിങ്ങൾക്ക് കിട്ടിയ കഷ്ണത്തിൻ്റെ നീളം എത്രയാണെന്ന് അളന്നെഴുതുക. എന്നിട്ട് വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ 5 പേർ ചേർന്ന് ഗ്രൂപ്പാക്കൂ. നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികയായിട്ട് എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ നിങ്ങൾക്ക് എന്ത് തരും? പേപ്പർ കഷ്ണം തരും. അതനുസരിച്ച് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് 5 പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം കിട്ടും എന്നും നിങ്ങൾ നോക്കുക. 5 പേരുടെയും കൂടെ കൂട്ടുമ്പോൾ അത്യാവശ്യം കിട്ടും അല്ലേ? അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് ഒരേപോലെയാണോ അല്ല എന്നുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 100 സെൻറ്റിമീറ്ററിൽ കിട്ടുന്നതായിരിക്കും ടീച്ചർ തരുന്നത്. 100 സെൻറ്റിമീറ്റർ അല്ലേ? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മീറ്റർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ.
ഇനി ക്ലാസ് മുറിയുടെ നീളം, നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്രയാണ്? വരാന്തയുടെ നീളവും നിങ്ങൾ അളക്കണം. അപ്പോൾ മീറ്റർ സ്കെയിലും 30 സെൻറ്റിമീറ്റർ സ്കെയിലും ടീച്ചർ പരിചയപ്പെടുത്തി തരും നിങ്ങൾക്ക്. ഏതാണ് മീറ്റർ സ്കെയിൽ എന്നും ഏതാണ് 30 മീറ്ററിൻ്റെ സ്കെയിൽ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ച്, ഡെസ്ക്, ബോർഡ് തുടങ്ങിയവയുടെ നീളം ഊഹിച്ചിട്ട് നിങ്ങൾ അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളത് അളന്നു നോക്കിയതിന് ശേഷം അതും കൂടെ എഴുതി നോക്കുക. ഇനി അടുത്തത് നിൽക്കൂ ചാടൂ എന്നുള്ളതാണ്. ഓട്ട മത്സരം നടക്കുകയാണ്. ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം. പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ്സിൽ നിന്നും ചെയ്യേണ്ട പ്രവൃത്തിയാണ്. നിങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു മത്സരം സംഘടിപ്പിച്ച് നോക്കുക. എന്നിട്ട് കുറച്ച് കുട്ടികളുടെ പേരെഴുതുക. അവർ ചാടിയ ദൂരം എത്രയാണെന്നും കൂടെ നിങ്ങൾ അളന്നിട്ട് എഴുതുക. ഏറ്റവും കൂടുതൽ ദൂരം ചാടിയത് ആരാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. എന്താണ് സമ്മാനം? കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ 250, 275, 300. എന്താണ് 250 കഴിഞ്ഞ് 275 എന്ന് പറയുന്നത് 25 കൂട്ടിയിട്ടാണല്ലേ. 275 നിന്നും 25 കൂട്ടിയതാണ് 300 എന്ന് പറയുന്നത്. ഇനി 300 നിന്നും 25 കൂട്ടുക. അപ്പോൾ നമുക്ക് 325 കിട്ടും. 325ൻ്റെ കൂടെ 25 കൂട്ടിയാൽ 350 എന്ന് കിട്ടും. ഇനി ഈ പാറ്റേൺ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തുടങ്ങുന്നത് 250 നിന്നാണ്. 250 നിന്നും 275ലേക്ക് ഇതേപോലെ വരിക. ഇനി 275 നിന്നും നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? 300ലേക്ക് പോവുക. 300 നിന്നും 325ലേക്ക് വരിക. 325 നിന്നും 350ലേക്ക് പോവുക. എന്താണിത്? ഇതൊരു നക്ഷത്ര, സ്റ്റാർ ആണല്ലേ. സ്റ്റാർ ആണ്, നമുക്ക് മനസ്സിലായി. ഇനി തന്നിരിക്കുന്ന വരയുടെ നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരയുടെ നീളമാണ് കൂട്ടുകാർ എഴുതേണ്ടത്. ഈ വരയുടെ നീളം അളക്കുക, എന്നിട്ട് നിങ്ങളത് എഴുതി കൊടുക്കുക. വരച്ച ഓരോ വരകളും ഒരേ നീളമാണോ എന്നും നോക്കുക. കിട്ടിയ സമ്മാനം എന്താണ്? എന്താ സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്? സ്റ്റാർ ആണല്ലേ. അപ്പോൾ അവിടെ സ്റ്റാർ എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നക്ഷത്രം എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? അടുത്തത്, ഉയരം എത്ര? ചാട്ട മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ. എല്ലാവരും ഒരേ ഉയരത്തിലാണോ? അവിടെ സ്റ്റാൻഡ് ഇട്ടിട്ടുള്ളത് ഒരേ ഉയരത്തിലല്ല, എല്ലാവർക്കും ഒരേ ഉയരവും ആയിരിക്കില്ല. അപ്പോൾ കൂട്ടത്തിൽ ഉയരത്തിലുള്ളത് ആരാണെന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ബോർഡിലേക്കുള്ള ഉയരം, സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരം, ജനൽപ്പടിയിലേക്കുള്ള ഉയരം, വാതിലിൻ്റെ ഉയരം, മേശയുടെ ഉയരം എന്നിവ ഊഹിച്ചിട്ടും അളന്നിട്ടും നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം എങ്ങനെ അളക്കുമെന്നും അത് എത്രയാണ് കിട്ടിയത് എന്നും നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി അളന്നവയിൽ മീറ്ററിലുള്ളത് ഏതൊക്കെയാണ്, മീറ്റർ ഉയരത്തിലുള്ളത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിലുള്ളത് ഏതൊക്കെയാണ് എന്നും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ വാതിലാണെങ്കിൽ അതെന്താണ്? ആദ്യം സെൻറ്റിമീറ്ററിൽ എഴുതുക, അതിനുശേഷം അത് മീറ്ററിലേക്കും എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാതിൽ എന്നാണെങ്കിൽ വാതിലിന് ഒരു 250 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണ്? 2 മീറ്ററും അതുപോലെ 50 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ അത് സെൻറ്റിമീറ്ററിലും മീറ്ററിലും നിങ്ങൾ എഴുതി നോക്കുക. ഇനി ചുറ്റും അളക്കാം എന്നുള്ളതാണ്. തൂണിൻ്റെ വണ്ണം എത്രയാണ്? ഇതുപോലെ നിങ്ങളും അളക്കും. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ വാട്ടർ ബോട്ടിലിൻ്റെ ഉയരം, മേശയുടെ മുകൾ ഭാഗത്തിൻ്റെ വണ്ണം, ചുറ്റും കൈവെള്ളയുടെ വണ്ണം, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അളന്നിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത്, ആകെ നീളം. ഈർക്കിൽ ഉപയോഗിച്ച് ചതുരം ഉണ്ടാക്കുക. അതിനുപയോഗിച്ച് ഈർക്കിലുകളുടെ ആകെ എണ്ണം എത്രയാണ്? എത്ര ഈർക്കിൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു ചതുരം ഉണ്ടാക്കുന്നത്? 4 ഈർക്കിലി ഉപയോഗിച്ചു കൊണ്ടാണ് ചതുരം ഉണ്ടാക്കുക അല്ലേ. അഥവാ ചതുരം എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. 1 ഈർക്കിലി, 2 ഈർക്കിലി, 3 ഈർക്കിലി, 4 ഈർക്കിലി. അപ്പോൾ 4 ഈർക്കിലിയാണ് ചതുരത്തിന് വേണ്ടത്. ഈർക്കിലുകൾ മുറിച്ചെടുത്ത് ത്രികോണം ഉണ്ടാക്കൂ. ഈർക്കിൽ കഷ്ണത്തിൻ്റെ ആകെ എണ്ണം നീളം എത്രയാണ്? ആ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നീളത്തിൽ വ്യത്യാസം വരും. ഇനി ഇവിടെയും 3 ഈർക്കിലിയാണ് വേണ്ടത്. 1, 2, 3. അപ്പോൾ ഏത്, ഇപ്പോൾ 10ൻ്റെ ആണെങ്കിൽ 10 ഇവിടെ, 10 ഇവിടെ, 10 ഇവിടെ. അപ്പോൾ 30 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരുന്നതാണ്. ഒരേ നീളമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുത്തും ചതുരം ഉണ്ടാക്കൂ. ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണം ഉണ്ടാക്കൂ. ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? അത് കൂട്ടുകാരുണ്ടാക്കി നോക്കുക. അതിനുശേഷം അവിടെ എഴുതി കൊടുക്കുക.
ഇനി അടുത്തത് തീവണ്ടിക്കളിയാണ്. നമുക്കൊരു തീവണ്ടിക്കളി കളിച്ചാലോ? തീവണ്ടിക്കളിക്കായി അലനും കൂട്ടരും 350 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി. റിബണിൻ്റെ ആകെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 350 സെൻറ്റിമീറ്റർ നീളമുള്ള നീല റിബണും ഒരു ചുവപ്പ് റിബണുമാണ് ഉള്ളത് അല്ലേ. അഥവാ 350 ചുവപ്പും 350 നീലയുമാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 5 5 10, ബാക്കി 1, 3 3 6, 6ഉം 1ഉം 7, എത്ര വരും? 700 എന്ന് വരും അല്ലേ. അപ്പോൾ ആകെ എത്രയാണ് അവിടെ ഉള്ളത്? 700 സെൻറ്റിമീറ്റർ ആയിരിക്കും. 700 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഇനി താഴേക്ക് നോക്കൂ. അവർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അഥവാ ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? 700 ആണല്ലേ. അപ്പോൾ 700-ൽ നിന്നും എന്ത് കുറഞ്ഞു? 700-ൽ നിന്നും 20 കുറയാണ് ചെയ്തത്. അപ്പോൾ എത്രയായി? 680 ആയി. അപ്പോൾ അതിൻ്റെ നീളം എത്രയായിരിക്കും? ഇപ്പോൾ 680 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 680 സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ നോക്കൂ. വളയത്തിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ 6 മീറ്റർ വീതം നീളത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങി. 2 റിബണും കൂടി ആകെ എത്ര നീളം ഉണ്ടായിരിക്കും? അപ്പോൾ 6 മീറ്റർ നീലയും 6 മീറ്റർ ചുവപ്പുമാണ് വാങ്ങിയത്. 6 + 6 എന്ന് പറയുന്നത് 12. 12 എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ അവിടെ 12 മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനി 1 മീറ്ററിന് 10 രൂപയാണ് വില. അപ്പോൾ തീവണ്ടിക്കളിക്കായി വാങ്ങിയ റിബണിൽ ആകെ എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മീറ്ററിൻ്റെ വില 10 രൂപയാണ്. ആകെ വാങ്ങിയ റിബൺ 12 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 × 10 ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 10നെ 12 പ്രാവശ്യം എഴുതി കൂട്ടി നോക്കിയാൽ മതി. 4 5 6 7 8 9 10 11 12 ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 12 എണ്ണം വരും, അഥവാ 120. അപ്പോൾ ആകെ 120 രൂപയാണ് അവർക്ക് ചിലവായിട്ടുള്ളത്. ഓക്കെ, വളരെ ഈസി അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് പാഠഭാഗം കഴിഞ്ഞു. വിലയിരുത്തൽ പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഇവയുടെ പേര് നീളം നോക്കി എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഇവയിൽ ഏതിനാണ് നീളം കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നീളം കൂടുതൽ എന്തിനാണ് കൂട്ടുകാരെ? ഇത് നോക്കി, ഇത് ചെറുതാണല്ലേ. ഇത് ഇവിടുന്ന് മുതൽ ഇതുവരെയുണ്ട്, അഥവാ 2 മുതൽ 15 വരെയുണ്ട്. അപ്പോൾ എത്രയുണ്ടായിരിക്കും? നമുക്ക് 15-ൽ നിന്നും 2 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ പേന എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. 13. ഇനി ഈ ഒരു കട്ടർ എത്രയാണ്? 8 മുതൽ 11 വരെയാണ്, അഥവാ 1 2 3 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഇനി ഈ പെൻസിൽ നോക്കൂ. ഇത് ഇവിടുന്ന് 2 മുതൽ 14 വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 14 - 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇനി ഈ ഇല നോക്കൂ. 5 മുതൽ 10 വരെയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കൂ. 1 2 3 4 എന്ന് എണ്ണി കൊടുത്താൽ നമുക്ക് ഈ ഇലയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്രയാണ്? 1 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? ഏറ്റവും നീളം കൂടിയിട്ടുള്ളത് പേനയാണ്. പേന എത്ര നീളമാണ്? 13 സെൻറ്റിമീറ്റർ. വസ്തുക്കളുടെ പേരും നീളവും ക്രമമായി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഏറ്റവും കുറവുള്ള കട്ടർ എഴുതാം. കട്ടർ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? റബ്ബർ വരുന്നുണ്ട്. 4 സെൻറ്റിമീറ്ററിൽ വരുന്നല്ലേ. അപ്പോൾ അടുത്തത് റബ്ബർ 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഇല 5 സെൻറ്റിമീറ്റർ. അതിനുശേഷം വരുന്നത് പെൻസിൽ 12 സെൻറ്റിമീറ്റർ. ഇനി പേനയാണ്. പേന 13 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് എഴുതി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ നീളം ഏതാണ്?
എ ടു എഫ് ആണോ അതാ ബി ടു ജെ ആണോ, ജെ മുതൽ എൻ ആണോ, ഇ മുതൽ കെ വരെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ടു എഫ് നമുക്ക് നോക്കാം. 1 2 3 4 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി ബി മുതൽ ജെ വരെയോ 1 2 3 4 5 6 7 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി ജെ മുതൽ എൻ വരെ നോക്കൂ. 1 2 3 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇ മുതൽ കെ വരെ നോക്കൂ. 1 2 3 4 5 6 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും നീളം കൂടിയത് ഓപ്ഷൻ ബി ആണ്. ബി മുതൽ ജെ വരെ എന്നുള്ളതാണ്. അടുത്തത് തുല്യമായ നീളം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിൻ്റെ അളവിൽ ഉള്ള ചതുരം ഉണ്ടാക്കൂ. അവയിൽ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈർക്കിലുകളുടെ ആകെ എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് എഴുതുക. ഇനി സാരിയുടെ നീളമാണ്. അമ്മ വാങ്ങിയുടെ സാരിയുടെ നീളം 6 മീറ്റർ ആണ്. അതിൽ നിന്നും 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു. ബാക്കി നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ 6 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 600 സെൻറ്റിമീറ്റർ ആണല്ലേ, 600 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും എന്താണ് 70 ആണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 60 - 70 എത്ര കിട്ടും? 60-ൽ നിന്നും 600-ൽ നിന്നും 70 കുറച്ച് കഴിഞ്ഞാൽ 530 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം എത്രയാണ്? 530-നെ നമുക്ക് 5 മീറ്ററും 30 സെൻറ്റിമീറ്ററും എന്ന് പറയാം. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ 530 സെൻറ്റിമീറ്റർ എന്നും എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 6ാമത്തെ പാഠഭാഗമാണ്. കൂട്ടി എന്നുള്ള പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.